ഹലോ ഗൈസ്, ഇന്ന് ഞാൻ ഒരുപാട് കാലം ആക്കണമെന്ന് വിചാരിച്ചൊരു ഇതാണ്. വലിയ വെറൈറ്റി റെസിപ്പി ഒന്നുമില്ല, ചിക്കൻ വറവ്. അതിനായി നമ്മൾ ചിക്കൻ എന്താക്കണം, കുഞ്ഞു കുഞ്ഞു പീസുകളാക്കിയിട്ട് ഇതേപോലെ ഇങ്ങനെ മാറ്റി വെക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ തേങ്ങ ഇല്ലേ, കുറച്ച് തേങ്ങ എടുത്ത് അതിലേക്ക് മുളകും പൊടിയും ഗരം മസാലപ്പൊടിയും ഇട്ട് നമ്മൾ ജസ്റ്റ് അതൊന്ന് ക്രഷ് ചെയ്യണം. ക്രഷ് ചെയ്തതാ ഇതുപോലെ ഇങ്ങനെ ഒരു തുള്ളി വെള്ളം ഒഴിക്കാൻ പാടില്ല. അതിലേക്ക് ഞാൻ കുറച്ച് ജീരകം കൂടി ഇട്ടിന്, വലിയ ജീരകം. അത് കഴിഞ്ഞ് നമ്മളൊരു പാൻ വെച്ച് കഴിഞ്ഞിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഇതുപോലെ ഒന്ന് പൊത്തി വെക്കണം. അല്ലെങ്കിൽ ഇങ്ങനെ പടപടപടാറിഞ്ഞിട്ട് തീർക്കും. എനിക്ക് ഇഷ്ടമില്ലാത്തൊരു പരിപാടിയാണ് ഈ കടുക് പൊട്ടിക്കുക എന്നുള്ളത്. അത് കഴിഞ്ഞ് അതിലേക്ക് പട്ട, ഗ്രാമ്പു അതെല്ലാം ഇട്ട് ഇലക്കായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കറിവേപ്പിലിട്ട് ഒന്ന് വഴറ്റുക. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചും കൂടി ഓയിൽ വേണമെന്ന് വെച്ചാൽ കുറച്ചും കൂടി ഓയിൽ ഒഴിച്ചിന്. അത് കഴിഞ്ഞ് നമ്മൾ കുഞ്ഞുള്ളിയില്ല, അത് ചതച്ച് വെച്ചിട്ട് അതും കൂടി അതിലേക്ക് ആഡ് ചെയ്യും. ഞാൻ അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കട്ടോ, ഗ്യാസ് ഇങ്ങനെ ക്ലീൻ ആയിക്കൊണ്ടിരിക്കണം എനിക്കത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മളെന്തൊക്കെ അത് നല്ലോണം വഴറ്റുക. അതിൻ്റെ മണമെല്ലാം മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് ചിക്കൻ ഇടുക. ചിക്കൻ ഇട്ട് നല്ലോണം മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മളെന്താക്കാം, ഈ പൊത്തി വെക്കുക. നല്ല ഇങ്ങനെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് പൊത്തി വെച്ചിട്ട് അത് നല്ലോണം ഇങ്ങനെ ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് മസാലകളെല്ലാം ചേർക്കുക. വീണ്ടും കുറച്ച് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാല ഇട്ടിട്ട് നമ്മളെന്തൊക്കെ ഉപ്പും കൂടി ചേർത്തിട്ട് അത് നല്ലോണം വഴറ്റുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ 2 വലിയ ഉള്ളിയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് അതിലേക്ക് ചേർത്തിട്ട് ചെറിയ ഫ്ലെയിമിൽ അത് നല്ലോണം മിക്സ് ചെയ്ത് കറിവേപ്പില ഇട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ പൊത്തി വെക്കുക. ഒരു തുള്ളി വെള്ളം ഒഴിക്കാൻ പാടില്ല, കാരണം എല്ലാത്തിൻ്റെ കൂടി വെള്ളം അതിൽ ഇറങ്ങിപ്പിടിക്കും. അത് കഴിഞ്ഞ് നമ്മൾ ഈ അരച്ച് വെച്ച ഇതില്ല തേങ്ങ, വെള്ളമൊന്നും കൂട്ടാണ്ട് അരച്ച് വെച്ച തേങ്ങ അതിലേക്ക് ഇട്ട് അതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി കഴിഞ്ഞ് കറിവേപ്പില ഇട്ട് അത് പൊത്തി വെക്കുക. നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് പിന്നെ ചെറിയ ഫ്ലെയിമിലാക്കിയിട്ട് ആക്കുമ്പോഴത്തേക്ക് അടിപൊളി ചിക്കൻ വറവ് റെഡി ആയിട്ടുണ്ട്. ഇത് പത്തിൻ്റെ കൂടെ നല്ല കോമ്പിനേഷൻ ആട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഓക്കെ, ബായ്.